നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തിലെത്തി നിൽക്കുകയാണ്. ഒൺലി 5 ഡേയ്സ് ടു ഗോ. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ വർഷം മുതൽ ഞാനൊരു പുതിയ തീരുമാനമെടുക്കും, നിങ്ങൾക്കൊരു പുതിയ ആളെ കാണാൻ കഴിയുമെന്നൊക്കെ. അതൊക്കെ വെറുതെയാണല്ലേ. ഞാനുൾപ്പെടെ പലരും അങ്ങനെയൊക്കെയാണ് പറയും, ഒന്നും നടക്കില്ല. ഞാൻ ഈ ഇയർ എൻഡിൽ നിൽക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വന്ന ഒരു വർഷമായിരുന്നു ഇത്. ഈ അബ്രോഡിലൊക്കെ വന്ന് പഠിക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു, ഇവിടെ അഡാപ്റ്റേഷൻ, പിന്നെ ഓരോരോ ദിവസത്തിലുള്ള സ്ട്രെസ്ഫുൾ ലൈഫേ. അങ്ങനെ എൻ്റെ ലൈഫിൽ വിവിധ തരം പഠനങ്ങളും പാഠങ്ങളും ഒക്കെ, പുതിയ പുതിയ കൂട്ടുകാർ, അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വന്നൊരു വർഷമായിരുന്നു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പുതിയ തീരുമാനങ്ങൾ ഓരോ വർഷത്തിൻ്റെയും ആദ്യം തുടങ്ങേണ്ടതല്ല, അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ മത്സരിക്കേണ്ടത് നമ്മുടെ തന്നെ മുന്നിലെത്താനാണ്, വേറെ ആരുടെയും മുന്നിലെത്താനല്ല. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ തോൽപ്പിക്കുന്നത് എന്നെ തന്നെയാണ്, മറ്റാരെയുമല്ല. ഈ വർഷം കിട്ടിയ പാഠങ്ങളും ഉത്തരവാദിത്തങ്ങളും അറിവുകളും എല്ലാം എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം ഒരു തോണി തന്നെയാണ്, നമ്മൾ മുന്നോട്ട് തുഴഞ്ഞില്ലെങ്കിൽ ആരും തുഴയാൻ കാണത്തില്ല. പിന്നെ ജീവിതമല്ലേ, ജീവിച്ചു തീർക്കാനേ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ നേരുന്നു.